നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിടിച്ചോ മേടിച്ചോ. ആരും അറിയണ്ടോ? പറയില്ല. പങ്ക്യാമന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലേ, പറയില്ല. എന്നാ പിന്നെ പൊക്കോ. കള്ളൻ. തുടക്കം മാകല്യം തന്തുനാനീന പിന്നെ ജീവിതം തുന്തനാനീന. ചേച്ചി എന്താടി? ഇങ്ങോട്ട് വാ പറയട്ടെ. ഇങ്ങോട്ട് വാ, പതുക്കെ നടക്ക്. വാ. എന്താ? അതെ ചേച്ചി, ഇനി എനിക്കിത് പറയാതെ പറ്റത്തില്ല. എന്ത്? ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വീർപ്പ് മുട്ടുക. അമ്പിളിക്കായിട്ട് വഴക്കുണ്ടായോ? എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? അതല്ലിത്. പിന്നെന്താ? ചേച്ചി, ഞാൻ പറയുന്ന ആരോടും പറയരുത്. ഞാൻ അങ്ങനെ ആരോടും പറയാറുണ്ട്. അതറിയുന്നോണ്ടാ ഞാൻ ഇത് പറഞ്ഞേ. അതെ ചേച്ചി, അന്ന് ഞാൻ ചേച്ചിയോടൊരു കാര്യം പറഞ്ഞില്ലേ, ഈ തറവാട്ടിലൊരു കല്യാണം നടക്കാൻ സാധ്യതയുണ്ടെന്ന്. ഓ, അത് ആരുടെന്നൊന്നും നീ പറഞ്ഞില്ലല്ലോ. എന്നാ അതിപ്പോ ഞാൻ പറയാൻ പോവാ. അതെ, വരന്റെ പേര് പങ്കജാക്ഷൻ, വധുവിന്റെ പേര് സാറാമ്മ. എന്തെന്ന്? എന്റെ ചേച്ചി, സാറാമ്മയുടെ പങ്ക്യാമനും തമ്മിൽ മുടിഞ്ഞ പ്രേമമാന്ന്. പോടി അവിടുന്ന്. എട്ടും പൊട്ടും തിരിയാത്ത പങ്ക്യാമനെ കുറിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. എട്ടും പൊട്ടും തിരിയാത്തതൊന്നുമല്ല. ഞാനേ എന്റെ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത് പറയുന്നേ. എന്തന്വേഷണം? അതെ, ഞാൻ ഇന്നലെ കേട്ടു. എന്ത്? പങ്ക്യാമനെ സാറാമ്മ മേഡത്തിനോട് ചോദിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറാമ്മ മേഡം പറയാ, ഇഷ്ടമാണ്, പക്ഷെ ചില ഇഷ്ടങ്ങൾ ബാക്കി വെക്കണമെന്ന്. അതെന്തിനാ ബാക്കി വെക്കണേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ചിലപ്പോഴേ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ അവര് തമ്മിലെ പ്രേമാന്ന് എനിക്ക് മനസ്സിലായെന്ന് പങ്ക്യാമന് മനസ്സിലായെന്ന് തോന്നുന്നു. അതാരോടും പറയാതിരിക്കാനേ എനിക്ക് കൈക്കൂലി വരെ തന്നു. എത്ര രൂപ? രൂപയൊന്നുമല്ല, 2 അരിമുറുക്ക്. മുറുക്ക? ഈ പങ്ക്യാമനാണ് പ്രേമിക്കാൻ പോണേ. എന്റെ ചേച്ചി, ഈ അരിമുറുക്കേ സാറാമ്മ മേഡത്തിന് കൊണ്ടുപോയി കൊടുത്തതാ പങ്ക്യാമൻ. മനസ്സിലായ? നമ്മള് വിചാരിക്കുന്ന പോലെ നിസ്സാര ഒരു പാർട്ടി പ്രവർത്തകന്റെ ബുദ്ധിയല്ല പങ്ക്യാമന്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പങ്ക്യാമന്റെ മാസ്റ്റർ പ്ലാനിങ്ങാ. എന്താ നീ പറയണേ? എന്റെ ചേച്ചി, സാറാമ്മ മേഡത്തിന്റെ വീട് അന്വേഷിക്കുന്നതിന്റെ ചർച്ച ഇവിടെ നടത്തുന്നു. അതിനെ അമ്മ എതിർക്കുന്നു. കൃത്യസമയത്ത് തന്നെ അമ്മ അയൽക്കൂട്ടത്തിൽ വഴക്കുണ്ടാക്കുന്നു. അത് സോൾവ് ചെയ്യാൻ പങ്ക്യാമൻ സാറാമ്മ മേഡത്തിനെ ഏൽപ്പിക്കുന്നു. അത് സോൾവ് ചെയ്യുന്നു. അതിന്റെ പ്രത്യുപകാരമായിട്ട് അമ്മയെ കൊണ്ട് തന്നെ സാറാമ്മ മേഡത്തെ ഇവിടെ താമസിപ്പിക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ 11 മാസത്തെ എഗ്രിമെന്റ് എഴുതി ഒപ്പിടിപ്പിക്കുന്നു. നീ പറഞ്ഞപ്പോഴേ കറക്റ്റാടി. ആ ചേച്ചി, അവര് തമ്മിൽ മുടിഞ്ഞ പ്രേമമാ. എന്നാലും പങ്ക്യാമ കൊള്ളാലോ. ഭീകരൻ മാത്രല്ല, പെരും കള്ളനാ. എന്നാലും ഈ സാറാമ്മയുടെ എന്ത് കണ്ടിട്ടടി പങ്ക്യാമനെ പ്രേമിക്കണേ? അതിപ്പോ ചേച്ചി എന്ത് കണ്ടിട്ടാ പുണ്യനെ പ്രേമിച്ചേ? അല്ല, അങ്ങനല്ല. അതിപ്പോ എന്നോടും ചോദിക്കാറുണ്ട്, എന്ത് കണ്ടിട്ടാ അമ്പിളിക്കാനെ പ്രേമിച്ചെന്ന്. എന്റെ ചേച്ചി, പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ. ലവ് ഈസ് ബ്ലൈൻഡ് എന്നല്ലേ, അതായിരിക്കും. അത് കറക്റ്റാ. എന്തായാലും കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയട്ടെ? എന്താ? നീ ഇപ്പൊ ഇത് എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, അമ്മയുടെ അടുത്ത് ഇപ്പൊ പറയരുത്. ഇത് ചോദിക്കാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞേ. എന്ത്? അതെ, ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ കുഴപ്പമുണ്ടോ? പിന്നെ കുഴപ്പമുണ്ട്. അയ്യോ, എന്താ? അത് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് കുഴപ്പമുണ്ടോന്ന് ചോദിക്കാൻ വന്നാ ഞാൻ ചേച്ചിയോട്. ഒരു ഒറ്റ വീക്കു ചേരും. നീ അമ്മയടുത്ത് പറഞ്ഞിട്ടാണോ കുഴപ്പമുണ്ടോന്ന് എന്നോട് വന്ന് ചോദിക്കണേ? ഇത് നീ എന്ത് മണ്ടത്തിലാടി കാണിച്ചേ? ഇനി പങ്ക്യാമന്റെ ബാക്കി ഉണ്ടാവോ?
ഇപ്പൊ പങ്കിയാമനെ വെട്ടി കാണും. സോറി ചേച്ചി. എന്നോട് എന്തിനാ സോറി പറയണേ? പങ്കിയാമനോട് പോയി പറ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. എന്തേ നാണണ്ടടാ നിനക്ക് ഈ പ്രായത്തില് പാട്ടും പാടി മുടിയും ചെയ്ത് നിൽക്കാൻ? ഈ പ്രായത്തില് മുടിയേക്ക് പാട്ടും പാടി നിൽക്കണോണ്ട് എന്താ? എന്നെ വലിയ പൊട്ടിയാക്കരുത് കേട്ടാ. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തറിഞ്ഞിട്ട് വന്നിരിക്കണെന്ന് എന്താ ചേച്ചിക്ക് അറിഞ്ഞു വെച്ചാൽ അതും കൂടെ പറയേ, മനസ്സിലാവണ്ടേ മനുഷ്യനെ? നീ ആ സാറാമ്മേനെ ഇവിടെ കയറ്റാൻ വേണ്ടിട്ടേ കൊറേ നാടകം കളിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്തിനാ നാടകം കളിക്കണേ? നാടകം കളിക്കണ അളിയനല്ലേ ചേച്ചിനെ കെട്ടിയോൺ. എടാ, അളിയൻ നാടകം കളിച്ചിട്ടുണ്ടെങ്കിലേ അത് സ്റ്റേജിന്റെ മുകളിലാ, അല്ലാതെ നിന്നെ പോലെ ജീവിതത്തിലല്ല. ഞാൻ എന്ത് നാടകം ജീവിതത്തിൽ കളിച്ചു എന്നാ പറയണേ ചേച്ചി? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുകയാണ്. എന്റെ 3 മക്കളും എന്നെ വഞ്ചിച്ച പോലെ നീയും എന്നെ വഞ്ചിച്ചു. എടാ, നിനക്ക് ആ സാറാമ്മയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലേ അത് എന്നോട് തുറന്നു പറയായിരുന്നില്ലേ? അതിന് പകരം ആനന്ദം ചെയ്ത പോലെ അവളിവിടെ വാടകക്കാരിയായിട്ട് കൊണ്ടുവന്നില്ലേ നീയെ? ചേച്ചി അവിടെ താമസിക്കേണ്ടവരൊന്നും അട്ടഹസിക്ക് എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കണേ? അതേടാ, ഞാൻ പറയണോ കുഴപ്പം? നിനക്ക് എന്തു കാണിക്കാല്ലേ? ഞാൻ എന്ത് കാണിച്ചു? എടാ, ഈ വയസ്സുകാലത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ നിനക്ക്? എന്താ ചേച്ചി പറഞ്ഞുണ്ടാക്കണേ? നിനക്ക് അവളോട് പ്രേമാണെങ്കിൽ നിനക്ക് തുറന്നു പറഞ്ഞൂടെ? പല ഞാൻ തല്ലി പൊട്ടിക്ക. ഞാൻ എന്തൊക്കെ പറഞ്ഞു? വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുക. ആടാ, നിനക്ക് ഭ്രാന്താണ്. നിനക്ക് പ്രണയ ഭ്രാന്താണ്. ചേച്ചി വെറുതെ മിണ്ടാങ്കുഴി പാത്ത് നിന്നോട്ടോ. എന്റെ നില പോയിട്ട് നിൽക്കുക. ഞാൻ എന്റെ നിലയാ നീ കളഞ്ഞിരിക്കുന്നത്. ചേച്ചി അവരവിടെ ഉണ്ട്. കേക്കട്ടെ അങ്ങോട്ട്. ആഹാ, ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് നീ എന്നെ പൊട്ടിയാക്കുന്നോടാ. ഞാൻ എന്ത് പൊട്ടിയാക്കിന്നാ പറയണേ? അമ്മ എന്തിനാ ഇങ്ങനെ എടുത്ത് ബഹളം വെക്കുന്നേ? നിന്റെ അമ്മായിമ്മക്ക് എന്താ കുട്ടിയെ? എനിക്ക് പ്രണയാണ് അത്ര. അമ്മ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ പങ്കിയാമനോടൊന്നും ചോദിക്കേണ്ടത്, പിന്നെ എന്തിനാ വന്ന് ചോദിച്ചേ? ചോദിക്കാണ്ട് പിന്നെ മൂടി വെക്കണോ? അങ്ങനെ ഈ കുടുംബം തകർക്കണോ? എന്റെ 3 മക്കൾ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് തന്നെ മാറിയിട്ടില്ല. അപ്പോഴാണ് അമ്മാവന്റെ വക ഒരു കോളം തയ്ക്കല്. ചേച്ചി, ഞാനും സാറാമ്മയുടെ തമ്മിലൊന്നും അങ്ങനെ ഒന്നുമില്ല. എടാ, നീ അവളും തമ്മിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ നോക്കിയത്? നാട്ടിൽ വാടകയ്ക്ക് വേറെ വീട് കിട്ടില്ലേ? ചേച്ചി, വിശ്വസിക്കാവുന്ന ഒരു വീട് കിട്ടണ്ടേ? അപ്പൊ എന്നോട് വിശ്വാസവഞ്ചന കാണിക്കാം അല്ലേ? അമ്മ പങ്കിയാമനെ ഇങ്ങനെ കുറ്റം പറയല്ലേ. നീ അല്ലേടി എല്ലാം കണ്ടെത്തിയത്. നീ കണ്ടെത്തിയ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞു കൊടുക്ക്. എന്ത് കണ്ടെത്തി? എന്ത് കണ്ടു? കുട്ടി എന്താ കണ്ടേ? ഇല്ല, ഒന്നുമില്ല. പങ്കിയാമനൊന്നുമില്ല. പങ്കിയാമനൊന്നുമില്ല തുറ. എനിക്ക് എന്താ പ്രാന്തോ? അതെ, നിന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവൻ വെറും പൊട്ടനാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവിടെ വാതിലടിച്ച് ഒരുത്തി ഇരിക്കണല്ലേ? അവളോട് ഞാൻ ചോദിച്ചോളാം. ചേച്ചി എന്ത് ചോദിച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.